ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ഡിസൈനും കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ 3 ബിൽഡിങ്സ് ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഇതാണ്, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം, ബാത്തുമി ടവർ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഒരു വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ആണ്. ഇതൊരു യൂണിവേഴ്സിറ്റി, ഇത് ബ്ലാക്ക് സീ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്ന ഒരു പേരിലാണ് 2012 അവർ ഇതിൻ്റെ ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ആഫ്റ്റർ 2015 അത് കൺസ്ട്രക്ഷൻ ഒരു 90% കഴിഞ്ഞപ്പോൾ അതൊരു ഹോട്ടൽ സമുച്ചയ ആ ഒരു വാണിജ്യ കൊമേഴ്ഷ്യലി ആ ഒരു ബിൽഡിംഗ് കൈമാറുകയും അങ്ങനെ ഇപ്പോൾ അവിടെ കാസിനോ ഒക്കെയാണ് നമുക്ക് കാണാം. പിന്നെ ആ റൂഫ് ടോപ്പിൽ ആ ഒരു എന്താ പറയുക റിവോൾവിങ് റെസ്റ്റോറൻറ്റ് എന്നുള്ള മാതൃക ഇപ്പോൾ ഇങ്ങനെ ഒരു ഡമ്മി ആയിട്ട് നിൽക്കുവാണ്. കാരണം അതിപ്പോൾ ഷോ മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നവർ, അതിൻ്റെ ഉള്ളിൽ അത് ആക്റ്റീവ് ആയിട്ടില്ല. സോ അപ്പോൾ ഇങ്ങനെ പടിപടിയായിട്ട് അതൊരു ഹോട്ടൽ സമുച്ചയം എന്ന രീതിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുവാണ് ആ ഒരു ബിൽഡിങ്ങിനെ. സോ അപ്പോൾ ഈ ബാത്തുമി ടവറിന് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റ്യൂഡ്. സോ അപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്റ്റ്യൂഡ് ബാത്തുമി ടവറിന് ഫ്രണ്ടിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്. സോ അപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ബിൽഡിങ്ങിൻ്റെ ഈ ഒരു ഫെറീസ് വീല് തന്നെ ഏകദേശം 200 ഫീറ്റ് ഉണ്ട്. പിന്നെ അത് 8 ക്യാബിൻസ് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഫെറീസ് വീല് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനത്തെ സ്ട്രക്ചറിൽ ഇൻക്ലൂഡ് ആവുന്ന ആദ്യത്തെ ഒരു ടവറായിരുന്നു ഇത്. ബട്ട് സ്റ്റിൽ 2012 കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 2015 അത് ഇങ്ങനെ ഒരു ഹോട്ടൽ സമുച്ചയം കൊമേഴ്ഷ്യലി എന്നുള്ള രീതിയിൽ അത് കൺവേർട്ട് ആവുമായിരുന്നു. സോ അതിനുശേഷം ഈ മോളിലെ ആ ഒരു നമ്മുടെ ഫെറീസ് വീൽ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗം ഇതുവരെയായിട്ടും പ്രവർത്തനമാകുമായിരുന്നെങ്കിൽ ആ ഒരു ഫെറീസ് വീലിൽ നിന്ന് ഈ ഒരു സീ ഫ്രണ്ട് നമ്മൾ പോയ ആ ഒരു എന്താ പറയുക ആ ഒരു സീ ഫ്രണ്ട് ഏരിയ മുഴുവനും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു വാച്ച് പോയിന്റ്, പിന്നെ ഒരു ഡൈനിങ് ഫെസിലിറ്റി ഉള്ള ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നാണ്. അപ്പോൾ ഇതൊരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് ആണ് ബാത്തുമിയുടെ. സോ അപ്പോൾ ഇതിന് ഫേസ് ചെയ്തിട്ടാണ് ആൽഫബറ്റിക് ടവർ ഉള്ളത്. സോ അപ്പോൾ അന്ന് നമ്മൾ ആൽഫബറ്റിക് ടവർ എത്തിയപ്പോഴേക്ക് ഇരുട്ടി. സോ അപ്പോൾ അവിടേക്കാണ് ഇനി ഞാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 3 സ്പോട്ടാണ്, അതായത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചറൽ ഡിസൈനും കൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ 3 ബിൽഡിങ്സ് ആണ് ഞാൻ നിങ്ങളെ ഒന്ന് നമ്മൾ ഈ പുറകിൽ കാണുന്ന ബാത്തുമി ടവറാണ്. രണ്ടാമത്തത് നമ്മൾ നേരത്തെ പോയിട്ട് കയറാനായിട്ട് മിസ്സായ നമ്മളുടെ ആൽഫബറ്റിക് ടവറാണ്. സോ ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റാണ് ഈ ആൽഫബറ്റിക് ടവർ ഉള്ളത്. സോ നിങ്ങൾക്ക് കാണാം ആ ഒരു ബ്ലൂ സ്കൈയിൽ ആ ടവറിൻ്റെ ആ ഒരു ഡിസൈനും പിന്നെ ആ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഫെറീസ് വീലും ഗോൾഡൻ കളറിൽ നിൽക്കുന്നു. പിന്നെ ഇതിന് ചുറ്റും അതിന് പുറകുവശത്തായിട്ട് ആ ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ലേ മെറിഡിയൻ ഉള്ളത്. പിന്നെ താഴത്തെ ആക്റ്റീവായിട്ടുള്ള കാസിനോ ഒക്കെ നമുക്ക് കാണാം. സോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോകുന്നില്ല, ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിന് പുറകിൽ കാണുന്ന ആ ഒരു ടവറാണ് ആൽഫബറ്റിക് ടവർ. സോ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്താ പറയുക, ഈ ബാത്തുമി ടവറിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ചെന്നത്. അപ്പോൾ അവിടെ എൻട്രി ഇല്ല, അത് കാസിനോ ഒക്കെ ആയിട്ട് ആ മോളിൽ ആ ഫെറീസ് വീൽ ഓപ്പൺ അല്ല. സോ അപ്പോൾ ഇതാണ് ആൽഫബറ്റിക് ടവർ. ഇടുമ്പോൾ കുറേ കൂടി ഭംഗിയാവും, പക്ഷെ അപ്പോൾ ഇരുട്ടും, അത് കാരണം. സോ അപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. അതിന് ഓപ്പൺ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇത്തിരി വലിയ ഹ്യൂജ് ആയിട്ടുള്ള ടവറാണ്. താഴത്ത് ലിഫ്റ്റ് ഉണ്ട്, ലിഫ്റ്റ് വഴി മുകളിൽ പോകുന്നത്. അങ്ങനത്തെ സാധാരണ ഒരു ബിൽഡിങ്ങിൽ പോകുന്ന പോലെ സ്റ്റീൽ സ്ട്രക്ചറാണ്. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ സിവിൽ ചെയ്യുമ്പോൾ ആ ഒരു സിമെൻറ്റ് അങ്ങനത്തെ ആ ഒരു ഭാഗം ഇല്ല അതിന്. അതൊരു ഫുള്ള് ഇങ്ങനെ നെറ്റ് പോലെ സ്റ്റീൽ സ്ട്രക്ചർ കൊണ്ട് കവർ ചെയ്തേക്കുവാണ്. സോ അപ്പോൾ അതിലിങ്ങനെ ഈ ഒരു ആൽഫബറ്റിക്സ് അവരിങ്ങനെ എഴുതി. സോ അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ ആ വ്യൂ ഈ സീയുടെ ആ മലകളുടെയും ആ ഫെറീസ് വീലിൻ്റെ എല്ലാം ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടിക്കറ്റ് മേടിച്ചു. ഇനി നമ്മൾ ലിഫ്റ്റിലോട്ട് പോവാണ്. സോ ഇതുണ്ട് ക്രൗൺ പ്ലാസയുടെ ബ്രാൻഡിങ് ഒക്കെ ഇവിടെ കാണാം. ഐ എം സോ എക്സൈറ്റഡ് ഫ്രണ്ട്സ്. ഒരു സ്പെഷ്യൽ ഒരു സ്റ്റാഫ് ഉണ്ട്. യെസ്, താങ്ക് യു. നമ്പർ 1. Friends, നമ്മൾ ലിഫ്റ്റിലാണ്. So it's a really big tower, right? So we can see this Ferris wheel, that corner. പിന്നെ ഈ നെറ്റിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. കുറച്ച് സ്പേസിൽ കൂടി നമുക്ക് ഔട്ട്സൈഡ് ഇതെല്ലാം കാണാം. സോ ഉള്ളി ടോപ്പ് ഫ്ലോറിൽ എനിക്ക് ഇത്തിരി പേടിയാണ് കേട്ടോ ഫ്രണ്ട്സ്, സത്യം പറയാനോ. ഞാൻ നല്ല പേടിച്ചാണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. കത്താറേ. In your lift, which floors? Number 2. സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഭാഗത്തെത്തും. സോ ഇപ്പോൾ ഇവിടെ നിന്ന് ആ ബാത്തുമി പട്ടണത്തിൻ്റെ ഒരു വിഷ്വൽസ് ഇവിടെ നിന്ന് കാണാം. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ഈ കഫയും പിന്നെ ആ ഒരു വാഷ് പോയിന്റൊക്കെ ഉള്ളത്. പനോരമിക് ബാർ എന്നാണ് അതിൻ്റെ പേര്. സോ നമ്മൾ അവിടേക്ക് പോവാണ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫോളോവേഴ്സിനും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ ഇതിലോട്ടും പോകുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ആൽഫബറ്റിക് ടവറിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറി വന്നിരിക്കുവാണ്. സോ അപ്പോൾ സൺസെറ്റ് തുടങ്ങി. ഇപ്പോൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ അവർ ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ട് വളരെ ഭംഗിയാക്കും. സോ അപ്പോൾ അതിൻ്റെ ടോപ്പ് ആ ഒരു വ്യൂ പോയിൻ്റാണിത്. സോ അപ്പോൾ ഈവനിങ് അപ്പം ആ ഒരു സീ ഫ്രണ്ടിൻ്റെ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ആക്ച്വലി ദിസ് ഇസ് എ പെർഫെക്റ്റ് പ്ലേസ്, ദ ബെസ്റ്റ് പ്ലേസ് ആണ്. ഡേ ടൈം ആയിരുന്നെങ്കിൽ ഇത്രയും കൂടി നമുക്ക് നല്ല ഒരു, പക്ഷേ ഞാനൊരു ഈവനിങ് ആ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വ്യൂ ആയിരിക്കും ഇത്രയും കൂടി നല്ലത് എന്ന് തോന്നി. റിയലി ഹ്യൂജ് ടവറാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ നിന്ന് ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. സോ അപ്പോൾ അതിന് താഴത്തെ നിലയിൽ കഫറ്റേരിയ ഉണ്ട്. ഒരു കഫറ്റേരിയ എന്ന് വെച്ചാൽ ഒരു കോഫി ഷോപ്സ്, പിന്നെ വുളൻ്റെ ഡ്രസ്സുകൾ, മേ ബി സുവനീസൊക്കെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ ഇവിടെ നിന്നായിരിക്കും ഒരു ഫൈനസ്റ്റ് വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഷിപ്പുകളൊക്കെ ആ ഒരു ദൂരെ നമുക്ക് കാണാം. സോ അപ്പോൾ ആ സ്റ്റെയറിൽ നിന്നായിരുന്നു നമ്മൾ ഇറങ്ങി വന്നത്. സോ അപ്പോൾ ഇതിന് മുകളിലൊരു ഡോം പോലെ ഈ ഫസാഡ് ഗ്ലാസ് വളരെ നല്ല ഒരു സ്റ്റീലിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ലോഞ്ച്, ഒരു സ്കൈ ലോഞ്ച് എന്ന് പറയാം. സോ അപ്പോൾ അവിടെ നമുക്ക് ഒത്തിരി ഭംഗിയായിട്ട് അവർ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്നു ഫ്രണ്ട്സ്. സോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫ്ലോറിലാണ് ഒരു നല്ല വ്യൂ നമുക്ക് കിട്ടുക.
ഇവിടെ ഡൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ട സീ ഫ്രണ്ടിലെ ആ ഒരു ഫെറി വീല്, ബ്ലൂ സീ, പിന്നെ മൗണ്ടൻസ്, പല ഷെയ്ഡിലെ മൗണ്ടൻസ് നമുക്ക് കാണാം. ഇപ്പം സ്നോവും കൂടി വരുവാണല്ലോ. ഇതാണ് കോഫി ഷോപ്പ്. സോ ഇപ്പോൾ ആൽഫബറ്റിക് ടവറിൻ്റെ മുകളിലെ സ്കൈ ലോഞ്ച്, ആ ഒരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അവിടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് ഉള്ളത്. ഇങ്ങനെ ഇനി തിരിച്ചും അതുപോലെ തന്നെ അതാണ് ഈ ഒരു ഫ്ലോറിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ഇങ്ങനെ ഒരു ഇതുപോലെ നമുക്ക് ഈ ടേബിൾസ് ഉണ്ട്. സോ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ ആ ബാത്തുമി, നമ്മൾ ആ ബീച്ച്, ഓപ്പൺ ബീച്ചിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കാണാം. പിന്നെ ബാത്തുമി ടവർ കാണാം. സോ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. സോ ഷിപ്പ്, പിന്നെ ഏറ്റവും ആകർഷിച്ച ഒരു റെഡ് കളറിലെ സൺസെറ്റിൻ്റെ ഒരു വ്യൂ ആണ്. ഇപ്പം ഇവിടെ ഒരു റെയിനി സീസൺ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിവിടുന്ന് പോവാണ്. സോ നമ്മൾ ആ റൂഫ് സ്കൈ ലോഞ്ചിലെ ആ ഒരു വ്യൂസാണ് നമ്മളിപ്പോൾ കണ്ടത്. സോ അപ്പോൾ ഇനി തേർഡ് സ്പോട്ട് നമ്മളിതുപോലെ ആർക്കിടെക്ചർ ഡിസൈൻ കൊണ്ട് വ്യത്യസ്തമായ, അതായത് ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ആളുകളുടെ മൂന്നാമത്തെ സ്പോട്ടിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഞാനിവിടുത്തെ പോകുന്നത് ക്ലൗഡിയാണ്, മഴ പെയ്യുവാൻ പോകുന്ന കാരണം നമുക്കത്ര വിസിബിൾ അല്ല ഇവിടുത്തെ വിഷയം നിന്ന്. അപ്പോൾ നല്ലൊരു ലവ്ലി ഒരു കോഫി ഏരിയ, ഒരു കോഫി ഷോപ്പും വ്യൂ പോയിൻറ്റും ഒരു സ്കൈ ലോഞ്ചൊക്കെയാണ് ഈ ഒരു ആൽഫബറ്റിക് ടവർ ഓഫർ ചെയ്യുന്നത് ഫ്രണ്ട്സ്. പിന്നെ നമുക്കിവിടെ ഫാമിലി കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് വരുന്ന എല്ലാ വിസിറ്റേഴ്സിന് ഒരു ടോയ്ലറ്റ് സൗകര്യം, റിഫ്രഷ്മെൻറ്റിനൊരു സൗകര്യം ഇവിടെയുണ്ട്. ഇതെല്ലാം ഈ ഒരു റൂഫ് ടോപ്പിലാണെന്ന് ഓർക്കണം. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇരുട്ടായി തുടങ്ങി ഫ്രണ്ട്സ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇനി മൂന്നാമത്തെ ആ ഒരു വ്യത്യസ്തമായ ബിൽഡിങ്ങിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇരുട്ടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആൽഫബറ്റിക് ടവറിൻ്റെ താഴെ എത്തി. സത്യം പറഞ്ഞാൽ അതൊരു റൂഫ് ലോഞ്ച് റെസ്റ്റോറൻറ്റ്. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ നമുക്കൊരു വീക്കെൻഡിലോ അങ്ങനെയൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഈ ഒരു ബാത്തുമി ഒരു സീ ഫ്രണ്ടിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് കാണാം അതിൻ്റെ മുകളിൽ നിന്ന്. സോ ആൽഫബറ്റിക് ടവറിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം. ഇതെല്ലാം ജോർജിയൻ ആൽഫബറ്റിക്സ് ആണ് ഇത് മോള് വരെ അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അവരുടെ ആ ഒരു സിറ്റി ടൂറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ആൽഫബറ്റിക് ടവറിൻ്റെ അവിടെ നിന്ന് നമ്മൾ പോവാണ്. അപ്പോൾ ഞാൻ നേരെ പോകാൻ പോകുന്നത് നമുക്ക് ഡൈൻ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഫ്രണ്ട്സ്. ബട്ട് അത് ആ ഒരു അവർ ബ്രാൻഡിങ് ചെയ്തേക്കുന്നത് ജോർജിയയിലെ ഈ വലിയ എന്താ പറയുക സ്ട്രക്ചർ, ആർക്കിടെക്ചറൽ ഡിസൈനുള്ള ഒത്തിരി ബിൽഡിങ്സ് ഒക്കെ ഉണ്ടല്ലോ. സോ അപ്പോൾ അവർക്കൊരു ലാൻഡ്മാർക്ക് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് നമ്മൾ ഡൈൻ ചെയ്യുന്ന സ്ഥലമാണ്. വെരി കോമൺ ആണ്, എല്ലാവർക്കും ഇപ്പോൾ ക്ലൂ കിട്ടിക്കാണും. സോ അപ്പോൾ അവിടേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊന്നും കഴിക്കാഞ്ഞത്. പിന്നെ ഞാൻ പൊതുവേ ഇപ്പം നമ്മൾ ഓർബിയിൽ ചെറുതായിട്ട് കുക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പം നൂഡിൽസും എഗ്ഗൊക്കെ അങ്ങനെ മേടിച്ചും കുക്ക് ചെയ്യാം. സോ അപ്പോൾ ഇന്ന് അതൊക്കെ കഴിച്ചാരണം വിശക്കൊന്നുമില്ല. സോ അപ്പം പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സപ്പോർട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് മീ. ഇഫ് യു ഡിഡ്ന്റ് സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ് ട്രാവൽ സ്ക്യൂഡ്. ഓക്കെ. സോ അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലാണ് നമ്മൾ പോകുന്നത്. നിങ്ങളിപ്പോൾ ഇത് തോന്നും മെട്രോയുടെ ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നല്ലേ ഫ്രണ്ട്സ്. അപ്പം നമ്മളുടെ
ആ 3rd സ്പോട്ടിലാണ് നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് നിൽക്കുന്നത്. ഇത് നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനിൽ നമ്മളെപ്പോഴും പോകുന്ന ഒരു ഫുഡ് പിന്നെ ഫാസ്റ്റ് ഫുഡ് ചെയിൻ അവരുടെ ഒരു മേക്ക് ഓവർ ചെയ്തു എന്ന് തന്നെ പറയാം. സോ അപ്പോൾ ഇതൊരു ലോക ശ്രദ്ധ തന്നെ ആകർഷിച്ചൊരു ബിൽഡിംഗ് ആണ്. സോ അപ്പോൾ ഈ ഫസാഡ് ഗ്ലാസ് എല്ലാം ഡേ ടൈമിൽ ഇത് പുറത്തുള്ള സ്കൈയുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഫസാഡ് ഗ്ലാസ്സിൽ. പിന്നെ അതിൽ നേരെ ഒരു പൂളുണ്ട്, ആ പൂളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ്. മക്ഡൊണാൾഡ്സിൻ്റെ ആ ലോഗോ നിങ്ങൾക്ക് കാണാം. ഇപ്പം നൈറ്റ് ടൈം ആയിട്ട് കൂടെ സോ ഇപ്പോൾ ആ ഫസാഡ് ഗ്ലാസിൻ്റെ അതേ ഒരു റിഫ്ലക്ഷൻ ഈ ഒരു വാട്ടറിൽ കാണാം. സോ അതാണ് അവരുടെ ബ്രാൻഡിങ്. സോ മാക്ഡിയുടെ ലോഗോ ഒക്കെ നിങ്ങൾക്ക് കാണാം. സോ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട, നമുക്ക് മെയിൻ ഗേറ്റിലോട്ട് പോവാം. അതുകൂടാതെ പാർക്കിംഗ് ആണ്, എക്സലൻറ്റ് പാർക്കിംഗ് സർവീസസ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ. കൊള്ളാം. നമുക്കിതെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം നമുക്ക് ഓർഡർ ചെയ്യാം ഫുഡ്. സ്റ്റെയർ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഡൈനിങ് വരുന്നത്. സോറി, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ. ഫ്രീ വൈഫൈ ഉണ്ട്. സോ കൂൾ. നല്ലൊരു ഗ്രീൻ ഒരു എന്താ പറയുക ചെടികളൊക്കെ വെച്ചിട്ട് മുകളിൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്. പിന്നെ ഒരു ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച ക്രിസ്മസിൻ്റെ ഈ ഒരു ഭാഗത്ത്. സോ നല്ല തണുപ്പ് തോന്നുന്നു ഫ്രണ്ട്സ്. ബ്യൂട്ടിഫുൾ ആക്ച്വലി. സോ അപ്പോൾ ഇതിന് മുകളിൽ റൂഫില്ല. സോ അപ്പോൾ മഴയൊക്കെ ഈ സോയിലിൽ വീഴും. അപ്പോൾ ഈ ഗാർഡൻ അങ്ങനെ എന്താ പറയുക സഫീഷ്യൻ്റ് ആയിട്ട് എക്കോ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണിത്. ഇത് ഈ മാക്ഡൊണാൾഡിന്റെ മുകളിലത്തെ റൂഫിലെ ഒരു വ്യൂ ആണ് ഫ്രണ്ട്സ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് കിഡ്സിൻ്റെ പ്ലേ ഏരിയയും സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് നമുക്ക് കാണാം. ഒരു എക്കോ ഡൈനിങ് എന്നുള്ള ആ ഒരു സ്പേസിൻ്റെ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മാക്ഡിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ മേക്ക് ഓവർ ബാത്തുമിയിലെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ 3 സ്പോട്ട്സ്, അതായത് സ്ട്രൈക്ക് ചെയ്യുന്ന ആർക്കിടെക്ചറൽ ഡിസൈൻ കൊണ്ട് വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ 3 സ്പോട്ടിലെ ഈ ഒരു ബ്ലോഗ് ട്രാവൽ സ്ക്യൂഡിയോടെ അവസാനിപ്പിക്കുകയാണ്. ദ ഫസ്റ്റ് വൺ ബാത്തുമി ടവർ, പിന്നെ ആൽഫബറ്റിക് ടവർ, പിന്നെ ദ ലാസ്റ്റ് വൺ വാസ് മാക്ഡി. ഇപ്പോൾ മാക്ഡിയുടെ ആ ഒരു എൻട്രൻസിലുള്ള ഒരു ക്രിസ്മസ് ട്രീ അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്രയും നേരം ട്രാവൽ സ്ക്യൂഡിൻ്റെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഫ്രണ്ട്സ്. So please don't forget to subscribe, support Travel Studio.